ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴത്തേന് 10 കിലോ ചിക്കൻ ബിരിയാണി കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സാധനങ്ങളൊക്കെ കടയിലേക്ക് വിളിച്ചറിഞ്ഞവർ എത്തിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പം ഉള്ളിയൊക്കെ തൊലി കളയലും ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് 10 കിലോൻ്റെ അളവ് സഹിതം ഇവിടെ പറയുന്നുണ്ടേ. അപ്പം 10 കിലോ ബിരിയാണി റൈസാണ് കേട്ടോ. അത് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിക്കണേ. പിന്നെ ചിക്കന് അവിടെ മസാല പുരട്ടി വെച്ചിക്കണ്. ചിക്കൻ പൊരിച്ചാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ സവാള 4 കിലോ സവാളയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് വെച്ചത്. ഇതൊക്കെ നമുക്ക് തൈരുക്കും പൊരിക്കാനുള്ളതും അതിന് മാറ്റി വെക്കും. അതേപോലെ 350 ഗ്രാം വെളുത്തുള്ളി, 300 ഗ്രാം ഇഞ്ചി, ഒരു 300 ഗ്രാം പച്ചമുളക് എടുത്തിക്കണ്. അതേപോലെ തക്കാളി ഒരു 2.5 കിലോ തക്കാളി എടുത്തിക്കണ്. അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞ് ഒക്കെ സെറ്റാക്കി വെച്ചേക്കണം. ഇനി നമുക്ക് അടുപ്പൊക്കെ കത്തിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറേ ആയിട്ടേ കേറ്ററിങ്ങിൻ്റെ ഓർഡർ അങ്ങനെ എടുക്കലില്ല, കാരണം എനിക്ക് വിറക് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇത് 2 വലിയൊരു മുട്ടയുണ്ട് ഇവിടെ, അതങ്ങോട്ട് അഡ്ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചങ്ങാണ്ട് ഞാൻ ഈ 10 കിലോ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ തീയൊക്കെ ഒന്ന് കുറച്ച് ചുള്ളലൊക്കെ വെച്ചെടുത്ത് തീയൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടിയപ്പോൾ ഞാൻ ഈ വണ്ണമുള്ള വലിയ കൊള്ളി അങ്ങനെ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത്, അതൊരു ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തേക്കണേ. എന്നിട്ട് പൊരിച്ചിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് അധികം ആകുമ്പോൾ ഉടഞ്ഞു പോവാതെ വെക്കാൻ എന്തായാലും ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കാൻ. പൊരിച്ച് കൊരാദ്യം ബിരിയാണി ഉണ്ടാക്കിയെടുക്കട്ടെ. അത് കുറച്ച് അധികം ആയപ്പോൾ ഞാൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സമാധാനത്തിൽ നമുക്ക് കൊടുക്കുക, കാരണം മറ്റത് ഉടഞ്ഞിക്കണോ അല്ലേ എന്നൊക്കെ ഒരു സംശയം ആയിക്കാറ് നമുക്ക്. അപ്പോൾ മനസ്സിലൊരു ബേജാറൊന്നും വേണ്ടല്ലോ ഇങ്ങനെ കൊടുത്താൽ. അപ്പോൾ കണ്ടോ വലിയൊരു കൊള്ളി അടുപ്പിൻ്റെ ചോട്ടക്ക് തള്ളിയിട്ടിക്കണ്. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ രാവിലെ തന്നെ കൊണ്ടുവന്നുങ്ങാണ്ട് അതിൻ്റെ തൂവലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടോ. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും അതേപോലെ കുറച്ച് ചതവ് ഇട്ടുങ്ങാണ്ട് അങ്ങനെ മാറ്റി വെച്ചിന്. നമുക്ക് ഓരോരോ ട്രിപ്പാക്കിങ്ങാണ്ട് 2 ട്രിപ്പിലായി ഇങ്ങനെ പൊരിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ചൂടുള്ള എണ്ണയ്ക്ക് നമ്മൾ ചിക്കന് പകുതി ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്ത്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടണം എന്നൊക്കെ എൻ്റെ മനസ്സ് പറയട്ടോ. അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അത് എഡിറ്റ് ചെയ്യാനുള്ള മടിയും അങ്ങനെ ആയിട്ട് അങ്ങനെ നീളുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ഒരു വട്ടം 2 വട്ടമൊക്കെ ആക്കിക്കൊണ്ട് അങ്ങനെ പൊരിച്ചെടുത്ത് ആ എണ്ണയ്ക്ക് തന്നെ നമ്മൾ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം 4 കിലോ സവാള ഇട്ട് ഞാൻ 10 കിലോനിക്ക് എടുത്തത്. ഉള്ളി കുറച്ചാൽ എന്താ പറയുക നമ്മളെ മസാലക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി നല്ലോണം ആയാൽ അതൊരു രസം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചങ്ങാണ്ടൊക്കെ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ കുറച്ച് മതി. ഉള്ളിയൊക്കെ നല്ലോണം കുറച്ചൊക്കെ ഉപ്പൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം നമുക്ക് പെട്ടെന്ന് വാട്ടിയെടുക്കാം. ഇന്ന് പിന്നെ മഴയൊന്നുമില്ല, നല്ല വെയിലാണ് കേട്ടോ. എന്നാലും പുറത്തേക്ക് അങ്ങോട്ട് വെച്ചങ്ങാണ്ട് ഉണ്ടാക്കാൻ ഒരു പേടിയുണ്ട്, പെട്ടെന്ന് മഴ ചെയ്താലോ വിചാരിച്ചങ്ങോട്ട്. അപ്പോൾ ഷീറ്റിൻ്റെ ചോട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ തക്കാളി കട്ട് ചെയ്തത് അതും ഇട്ടെടുത്ത് അതും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തങ്ങാണ്ട് നല്ലോണം തക്കാളി ഉള്ളിൽ നല്ലോണം വാടി വരണം കേട്ടോ മസാലക്ക്. അതന്നെ എന്നോട് ഒരു 8 മണിക്ക് നട്ടോ ബിരിയാണി 8 മണിക്ക് വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് പോലെ പറഞ്ഞ് 7 മണിക്ക് വേണമെന്നുള്ളത്. അവനെ ഞാൻ വേഗം ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും ഒക്കെ ഞാൻ ചതച്ചത്, ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി ഞാനൊരു 300 ഗ്രാം എടുത്തേക്കണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ മസാലക്ക് ടേസ്റ്റ് കൂടും കേട്ടോ ചെറിയുള്ളി ഇട്ടെടുത്താൽ. അപ്പം അതൊക്കെ പാടെ നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വരണം കേട്ടോ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷനും അതേപോലെ കേക്കിൻ്റെ കുറച്ച് വർക്കൊക്കെ ഇട്ടിനിയല്ലോ. അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടു, കേക്കിൻ്റെ മുകളിൽ ഫോണ്ടൻ്റ് ആണോ ഉപയോഗിക്കുന്നത് പേര് എഴുതാൻ. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോണ്ടൻ്റ് ഉണ്ടാക്കിയിട്ട് പേര് എഴുതണമെന്ന് വീഡിയോയിൽ കാണിക്കുമെന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും പുതിനയും അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനൊരു 30 രൂപക്ക് മല്ലിച്ചപ്പും പുതിനയും വാങ്ങിയിട്ട് അത് ഫുള്ളായിട്ടും ഞാൻ അതിൽ ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ നല്ലോണം വാടി വന്നിക്കണം കേട്ടോ. അപ്പം നമുക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി, അപ്പോൾ അതൊക്കെ ഒരു 3-4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം, ചെറിയ ടീസ്പൂണാണ്. അതേപോലെ പെരുംജീരകത്തിൻ്റെ പൊടി, അപ്പോൾ അതൊക്കെ ഓരോ ടീസ്പൂണ് വെച്ചങ്ങാണ്ട് 1 കിലോനിക്ക് 1 ടീസ്പൂണെന്ന് വെച്ചങ്ങാണ്ട് 10 കിലോനിക്കുള്ള ഇട്ട് കൊടുത്തേക്കാണ്. പെരുംജീരകവും കുരുമുളകൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ എരിവില്ലാച്ചെങ്കിൽ നമുക്ക് പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പം മുളകും പൊടി ഇട്ട് കൊടുക്കൂല ഞാൻ ഇഞ്ചിൻ്റെ എരിവും അതേപോലെ പച്ചമുളകിൻ്റെ എരിവുമാണ് കേട്ടോ ബിരിയാണിക്ക് മുന്നിൽ വേണ്ടത്. അതേപോലെ കുരുമുളക് അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്ത്. അപ്പോൾ ഒരു 1.5 പാക്ക് തൈര്, ഒരു പാക്ക് പറഞ്ഞാൽ 500 ആണ്. അപ്പോൾ അങ്ങനെ 750
തൈര് 250 ഗ്രാം തൈര് ഇട്ടോ. അപ്പോൾ 1.5 പാക്ക് തൈര് ഞാനേക്ക് ഒഴിച്ചു കൊടുത്തേക്കണം. പിന്നെ ഞാനേക്ക് 10 ചെറുനാരങ്ങൻ്റെ നീര് അത് ഒഴിച്ചു കൊടുത്തേക്കണം. അങ്ങനെ മസാലയൊക്കെ നല്ലോണം സെറ്റായിട്ടോ. അപ്പോൾ പൊരിച്ച് വെച്ച് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ട നമ്മൾ അടുപ്പിലൊക്കെ നല്ല വണ്ണുള്ള കൊള്ളിയാട്ടോ വെച്ച് കൊടുത്തേക്കണത്. അങ്ങനെ 2 കൊള്ളി ഉണ്ടായതുകൊണ്ട് 10 കിലോ ബിരിയാണി അങ്ങനെ സെറ്റായി കിട്ടിട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് എന്താ വിറക് വാങ്ങാത്തതെന്ന്. വിറക് വാങ്ങാനെന്നാണ് നമ്മുടെ നാണിപ്പാക്കാക്ക് ഒഴിവായിട്ടില്ല. നാണിപ്പാക്കാക്ക് ഇപ്പോൾ സീസണാണ്, മഴയാണെങ്കിലും അതേപോലെ സ്കൂൾ തുറന്ന അങ്ങനെ അതിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ പിന്നെ ഒഴിവുണ്ടാവില്ല വിറക് വാങ്ങാനും അതേപോലെ ഒന്ന് അന്വേഷിക്കാനൊന്നും ഒരു ഒഴിവില്ല. അപ്പോൾ പിന്നെ ആക്കെ ഒന്ന് കയ്യട്ട സീസണൊക്കെ കയ്യട്ട എന്നിട്ട് വിറക് വാങ്ങിത്തരാറിനപ്പോൾ അങ്ങനെ നിന്നതാണ്. ഞാൻ പിന്നെ വീട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ ഗ്യാസും അതേപോലെ ഈസി കുക്കൊക്കെ ഉണ്ടായി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ ഓർഡറൊക്കെ പിന്നെ നമ്മൾ ഓവനിലല്ലേ. അപ്പോൾ ചെറിയ ഓർഡറൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യലാണ്. അങ്ങനെ വലിയ ഓർഡറൊക്കെ വരുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ. വിറകില്ലെങ്കിൽ പിന്നെ അതൊന്നും നടക്കൂല. അങ്ങനെ മസാലയൊക്കെ നല്ലോണം സെറ്റായി. പിന്നെ ഞാൻ നെയ്ച്ചോറാക്കി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള തോതിൽ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടോ. നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിക്ക് പിന്നെ നമ്മളെ ഗ്രാമ്പും പട്ടയും ഏലക്കയും അങ്ങനെ കട്ട് പൊട്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ അതിക്ക് ഒഴിച്ചു കൊടുത്തത് ലാസ്റ്റ് ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ. കാരണം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെക്കാൻ. പിന്നെ നമ്മൾ തിളപ്പിച്ചൂറ്റിങ്ങാണ്ട് വെക്കുക. തിളപ്പിച്ചൂറ്റി വെക്കുകയാണെങ്കിൽ 2 ആളൊക്കെ വേണം. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ നെയ്ച്ചോറാക്കിങ്ങാണ്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്നേക്ക് അങ്ങനെ വറ്റിച്ചെടുക്കല്ലേ. അപ്പോൾ അതിക്ക് അങ്ങനെ ഇടാമല്ലോ. മറ്റേത് നമ്മൾ തിളപ്പിച്ചൂറ്റി വെക്കുമ്പോൾ നമ്മൾ ഊറ്റിയിടണമല്ലോ. അപ്പോൾ പിന്നെ 2 ആൾ വേണം. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിനി അങ്ങനെ അതൊക്കെ ഇട്ടെടുത്തിങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെക്കുക. അങ്ങനെ നെയ്ച്ചോർത്ത് വെള്ളമൊക്കെ വറ്റിട്ട് അതൊക്കെ അടുപ്പത്ത് മാറ്റി വെച്ചു. പിന്നെ അടുപ്പത്തേക്ക് വേറെ ചെമ്പ് നമ്മളെ മസാലൻ്റെ ചെമ്പ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ മസാലയിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ വെള്ളം ഉണ്ടാകാൻ വേണ്ടി കണ്ട് അടിയിൽ പിടിക്കാതെക്കാൻ നമുക്ക് അതിൻ്റെ മുകൾക്ക് ചോറിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നാണിപ്പാക്ക് വന്നിട്ടോ. പിന്നെ ആ പണിയൊക്കെ നാണിപ്പാക്ക് ഏറ്റെടുത്ത് അങ്ങനെ മസാലൻ്റെ മുകൾക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണി മസാലയും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ച് കോരി വെച്ചിനി. അപ്പോൾ അതങ്ങനെ ലെയറിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നെയ്യ് 6 kg ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 10 കിലോ ബിരിയാണിക്ക് 500 6 kg എടുത്തേക്കണം. പിന്നെ ബാക്കി സൺഫ്ലവർ ഓയിലുമാണ്. പിന്നെ ബിരിയാണി മസാല കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ലെയറിൽ കുറച്ച് അധികം ആവരുത്. അതേപോലെ മല്ലിച്ചപ്പിൻ്റെ ഇല അങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ദമ്മിട്ട് കണ്ട് അങ്ങനെ കൊണ്ടുപോകില്ല. അത് പൊട്ടിച്ച് മസാല വേറെയും റൈസ് വേറെയും ആക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കണേ നമ്മളോട്. അപ്പോൾ അതൊരു ഗതിയിട്ട പരിപാടി കേട്ടോ. മറ്റേത് നമ്മൾ സെറ്റായാലും കൊണ്ടുപോയിക്കോളൂ. അത് നമ്മൾ പിന്നെ ആകെ പൊട്ടിച്ച് വേറെ പാത്രത്തിലാക്കി അങ്ങനെ കൊടുക്കണം. അങ്ങനെ 6 മണിക്കാട്ടെ ഞാൻ അത് ദമ്മിടണം. 7 മണിയാകുമ്പോഴത്തേന് ചോറ് കൊണ്ടുപോയും ചെയ്തിരിക്കണം കേട്ടോ. 1 മണിക്കൂറേ ഞാൻ ചൂടിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ 25 വെള്ളപ്പം അതേപോലെ അതിക്കുള്ള നമ്മളെ കുറുമക്കറി ഉണ്ടല്ലോ, ഗ്രീൻ പീസും അതേപോലെ കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കറി തന്നെയാണ് കേട്ടോ. ആ കറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ അത് കിട്ടിട്ടില്ല. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് രണ്ടും ഇതിൻ്റെ കൂടെ കൊടുക്കാണ്ട്. അപ്പോൾ ഇത് ദമ്മിട്ടിട്ട് വേണം എനിക്കത് ഉണ്ടാക്കിയെടുക്കാൻ. അതേപോലെ അച്ചാറും തൈരൊക്കെ ഞാനവിടെ സെറ്റാക്കി വെച്ചേക്കണം. പിന്നെ നാരങ്ങ അച്ചാറാണ് കൊടുക്കുന്നത്. അത് പിന്നെ കുറച്ചധികം 5 കിലോൻ്റെ ടിന്നൊക്കെ അങ്ങനെ വാങ്ങലാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ എടുത്ത് കൊടുക്കലാണ് ഞാൻ. ചോറിൻ്റെ ചെമ്പൊക്കെ അങ്ങോട്ട് അടുപ്പത്തേക്കും അതേപോലെ അടുപ്പത്ത് ഇങ്ങോട്ട് ഇറക്കി വെക്കാനൊക്കെയാണ് ആളെ. അങ്ങനെ 2 കൊള്ളി വറകുമ്പോൾ നമ്മളെ 10 കിലോ ബിരിയാണിയൊക്കെ സെറ്റായി. അങ്ങനെ ലാസ്റ്റ് കുറച്ച് 6 kg അതേപോലെ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ച് കോരിയ എണ്ണ ഉണ്ടല്ലോ അതും ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത്. സൺഫ്ലവർ ഓയിലാട്ടോ അത് പൊരിച്ച് കോരിയത്. അങ്ങനെ ഇത് ദമ്മിടുമ്പോൾ പിന്നെ ഞാൻ കവർ ചെയ്ത് കണ്ടെന്ന് ഇടുന്നില്ല കേട്ടോ. കാരണം നമുക്ക് പൊട്ടിച്ച് കൊടുക്കാനുള്ള ബിരിയാണി അല്ല, അതുകൊണ്ട് കവർ ചെയ്യണില്ല. അപ്പോൾ അങ്ങനെ തന്നെ അടച്ച് വെച്ചുകൊണ്ട് ഒന്ന് ആവിയൊക്കെ കയറ്റിയെടുക്കുകയാണ്. എന്നിട്ട് താങ്ങി പിടിച്ച് അങ്ങോട്ട് വെക്കാനുള്ള ഗതിയിടനെ അതിമ തന്നെ വെച്ചുകൊണ്ടാണ്ട് ചോറൊക്കെ അയക്കാൻ ഇട്ട് കൊടുത്തേക്കാണ്. മസാല വേഗം അടുപ്പിൻ്റെ മുകൾക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ ചോറിട്ട് കൊടുത്ത്. അങ്ങനെ നമ്മളെ ചോറൊക്കെ സെറ്റായി. നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഓലക്കൊടി വെച്ചുകൊണ്ടൊന്ന് കത്തിച്ച് കൊടുക്കണം. അങ്ങനെ അതിൻ്റെ മുകളിലൊരു ചെമ്പട്ടി വെച്ചുകൊണ്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ദമ്മാക്കി എടുക്കുകയാണ് കേട്ടോ. ഒന്ന് ആവിയൊക്കെ പുറത്തേക്ക് പോവാതെക്കാനിട്ട് ഓലക്കൊടി വെച്ചിങ്ങനെ കത്തിച്ചപ്പം കണ്ടോ ഈ ആവി ഇങ്ങനെ പോന്നപ്പോൾ കനലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ നമ്മൾ പൊരിച്ച ചിക്കൻ ആയതുകൊണ്ട് വേവും ചെയ്യും. അപ്പോൾ ഒന്ന് ആവി കയറ്റി മാത്രം എടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ വെള്ളപ്പം കൊടുക്കാനുള്ളത് വെള്ളപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ രാവിലെ തന്നെ അരച്ച് വെച്ചിരുന്നു. അതേപോലെ കുറുമക്കറിയും സെറ്റാക്കിക്കണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ അവിടെ ദമ്മിട്ടുകൊണ്ടാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് വന്നത്. അങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുത്തപ്പോൾ ഇതിന് സമയം 7 മണി ആവാനായിക്കണം കേട്ടോ. ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കും വേണം, ചോറ് പൊട്ടിച്ചും വേണം. അപ്പോൾ ഈ നേരത്തൊക്കെ ഭയങ്കര ഹറി ബെറിയാണ് കേട്ടോ.
കാരണം കസ്റ്റമർ 8 മണിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു 7 മണിക്ക് ആക്കിയപ്പം പിന്നെ ഒന്ന് നമുക്കൊന്ന് സ്പീഡ് കൂട്ടേണ്ടി വന്നു. അതുവരെ ഇങ്ങനെ ഞാൻ എന്താ പറയുക തണുത്തും കൊണ്ട് ആക്കം പോലെ മതി വിചാരിച്ചു കണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ കുറുമക്കറി ഇതൊക്കെ കേട്ടോ, ഗ്രീൻ പീസും അതേപോലെ നമ്മളെ ക്യാരറ്റും അങ്ങനെയുള്ളതൊക്കെ ഇട്ടുകൊണ്ട് കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ കറിയാണ്. അതും ഒരു പാത്രത്തിൽ ഒഴിച്ചുകൊണ്ട് അതും സെറ്റാക്കി. അതേപോലെ തൈരും ചമ്മന്തിയൊക്കെ അതൊക്കെ പിന്നെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചേക്കണ്. പിന്നെ പാത്രം ഗ്ലാസ് അതൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ 5 കിലോന് സ്റ്റാർട്ടിങ് കേട്ടോ. 5 കിലോ മുതൽ മേലക്ക് എത്ര ചോറ് പറയണേ അതിനൊക്കെ പാത്രം ഗ്ലാസ്സും നമ്മൾ കൊടുക്കും. 2, 3, 4 അതിനൊന്നും കൊടുക്കില്ല കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. നാണിപ്പാക്കണ്ട് ഇവിടെ പൊട്ടിച്ചെടുക്കാൻ. ഇതിങ്ങനെ പൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ. കാരണം വണ്ടിയിൽ കൊണ്ടുപോകുമ്പം ചെറിയ ഓട്ടോറിക്ഷയിൽ അവിടെ സാധാരണ ഫുഡ് കൊണ്ടുപോല്. അപ്പോൾ ഇബൽ കൊണ്ടുപോല് സാധാ ചെറിയ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അതിലാണ്. അപ്പോൾ അതിലൊക്കെ കൊള്ളും ചെയ്യും ഇങ്ങനെ ചെമ്പിലാക്കുകയാണെങ്കിൽ. മറ്റത് വലിയ ഓട്ടോറിക്ഷ ഒക്കെ വേണ്ടിയിട്ട് വലിയ ചെമ്പാവുമ്പോൾ. ഇത് അടുപ്പത്തുള്ളത് 10 വെക്കണ ചെമ്പാണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ ഗുഡ്സ് തന്നെ വേണം. അപ്പോൾ ഞാൻ പിന്നെയും പറയണം, വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടുക, അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെ കമൻറ്റും ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എന്താ പറയുക മടിയായി മാറിയിരിക്കണ്. അതൊക്കെ ഞാൻ എന്നും വീഡിയോസ് ഇട്ടേനി. ഇപ്പം ഇങ്ങനെ അത് എഡിറ്റ് ചെയ്തിരിക്കണമൊക്കെ ഇങ്ങോട്ട് ആലോചിക്കുമ്പം ഭയങ്കര എന്താ പറയുക ഭയങ്കര സമയമാണല്ലോ ഇതിനൊക്കെ. അങ്ങനെ ചോറൊക്കെ നല്ലോണം മിക്സ് ചെയ്തൊക്കെ സെറ്റാക്കിക്കണം. നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് കവർ ചെയ്യണം ചൂടാറാതെക്കാൻ. അങ്ങനെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതൊക്കെ കവർ ചെയ്യണത്. അങ്ങനെ നമ്മളെ ചോറിൻ്റെ ചെമ്പും മസാലൻ്റെ ചെമ്പും ഒക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ വണ്ടി കണ്ട് വെച്ചു കൊടുക്കണം. ഇവിടെ നാണിപ്പാക്കിയും വാവിയുണ്ട്. അപ്പോൾ ഒരു രണ്ടാളും പാടെ പൊന്തിച്ച് കണ്ട് അങ്ങനെ വെച്ചു കൊടുത്തേക്കാണ്. അങ്ങനെ വണ്ടി വരുമ്പം ബൈക്ക് ഫുഡ് വെച്ചു കൊടുക്കാൻ അതിനൊക്കെയാണ് ആൾ വേണ്ടത്. ചില ഡ്രൈവർമാർ കണ്ടറിഞ്ഞുകൊണ്ട് ഓല് കൂടിത്തരും കേട്ടോ, ചിലവര് കൂടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.